നമസ്കാരം. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്ന് രാജ്യസഭയാണ്. രാജ്യസഭാ അധ്യക്ഷനോട് അദ്ദേഹം ഒരു കാര്യം ഇടയ്ക്കിടെ പറയുമായിരുന്നു. രാജ്യസഭയുടെ നിറം ചുവപ്പും ലോക്സഭയുടേത് പച്ചയുമാണ്. കാരണം ഏതെങ്കിലും തെറ്റായ ബില്ലിന് ലോക്സഭ പച്ചവെളിച്ചം നൽകിയാൽ രാജ്യസഭ ചുവപ്പ് ലൈറ്റ് കാണിക്കും. ഇതാണ് യെച്ചൂരി ചൂണ്ടിക്കാട്ടിയ കാരണം. ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കുന്നതിനിടെ ഇന്ന് ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയായിരുന്നു യെച്ചൂരിയുടെ അന്ത്യം. രോഗം ഗുരുതരമായതിനെ തുടർന്ന് കഴിഞ്ഞ മാസം 19-നാണ് യെച്ചൂരിയെ എയിംസിൽ പ്രവേശിപ്പിച്ചത്. 4 ദിവസത്തോളമായി അദ്ദേഹം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കഴിഞ്ഞത്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തെ നിരീക്ഷിച്ചു വരികയായിരുന്നു. രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായി അടുത്ത ബന്ധമാണ് യെച്ചൂരി പുലർത്തിയിരുന്നത്. CPMന്റെ മുഖ്യ എതിരാളിയായിരുന്നിട്ടുകൂടി മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും യെച്ചൂരി ശക്തമായ ബന്ധം പുലർത്തിയിരുന്നു. ചില CPM കോൺഗ്രസ് നേതാക്കളെ ഇത് അലോസരപ്പെടുത്തുകയും ചെയ്തു. കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് യെച്ചൂരിയെ കോൺഗ്രസിന്റെ CPM ജനറൽ സെക്രട്ടറി എന്ന് പത്രസമ്മേളനത്തിൽ വിളിച്ചത് വിവാദമായിരുന്നു. അന്ന് യെച്ചൂരിയെ കുഴപ്പത്തിലാക്കിയതിന് സോണിയാഗാന്ധി തന്റെ സഹപ്രവർത്തകനെ ശാസിക്കുകയും ചെയ്തു. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാർ രൂപീകരിക്കുന്നതിന് മുന്നോടിയായി 2004 മെയ്യിൽ അന്നത്തെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിനെ കണ്ടതിനു ശേഷം CPM നേതാവ് ഹർകിഷൻ സിംഗിനെ കാണാൻ ആഗ്രഹിച്ച സോണിയാഗാന്ധി വിളിച്ച ആദ്യത്തെ കോൺഗ്രസ് ഇതര നേതാവ് യെച്ചൂരിയായിരുന്നു. സോണിയാഗാന്ധിയുടെ അഭ്യർത്ഥന മാനിച്ച് മൻമോഹൻ സിംഗിനെ പിന്തുണയ്ക്കാൻ സഖ്യ നേതാക്കളുമായി ബന്ധപ്പെട്ടതും യെച്ചൂരിയായിരുന്നു. ഏതെങ്കിലും തെറ്റായ ബില്ലിന് ലോക്സഭ പച്ച വെളിച്ചം നൽകിയാൽ രാജ്യസഭ ചുവപ്പ് ലൈറ്റ് കാണിക്കും. യെച്ചൂരിയുടെ പ്രിയപ്പെട്ടിടം രാജ്യസഭയായതിന്റെ കാരണം ഇങ്ങനെയാണ്. അതേസമയം യെച്ചൂരിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അനുശോചനം രേഖപ്പെടുത്തി. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയുള്ള ഇന്ത്യ എന്ന ആശയത്തിന്റെ സംരക്ഷകനായിരുന്നു യെച്ചൂരി എന്നാണ് രാഹുൽ ഗാന്ധി എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെ വിവരിച്ചത്. ഞങ്ങൾ നടത്തിയിരുന്ന നീണ്ട ചർച്ചകൾ ഇനി തനിക്ക് നഷ്ടമാകുമെന്ന് രാഹുൽ പറഞ്ഞു. ദുഃഖത്തിന്റെ ഈ വേളയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അനുയായികൾക്കും ആത്മാർത്ഥമായ അനുശോചനം അറിയിക്കുന്നുവെന്നും കോൺഗ്രസ് നേതാവ് വ്യക്തമാക്കി. കമ്മ്യൂണിസ്റ്റ് എതിരാളികൾക്ക് പോലും അങ്ങേയറ്റം സ്നേഹത്തോടെയും ആദരവോടെയും സമീപിക്കാൻ കഴിഞ്ഞ നേതാവായിരുന്നു വിട പറഞ്ഞ CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അനുസ്മരിച്ചു. വിദ്യാർത്ഥി ജീവിതത്തിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച സീതാറാം യെച്ചൂരി ആ കാലം മുതൽ തന്നെ രാജ്യം ശ്രദ്ധിക്കുന്ന പൊതുപ്രവർത്തകനായി മാറിയിരുന്നു. ഇന്ത്യ കണ്ട പ്രമുഖ ദക്ഷിണാശാലികളിൽ ഉന്നത നിരയിൽ തന്നെയാണ് എക്കാലവും സീതാറാം യെച്ചൂരിയുടെ സ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ മേഖലകളിലും നല്ല ബന്ധം പുലർത്തിപ്പോന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സീതാറാം യെച്ചൂരി എന്നും പിണറായി വിജയൻ പറഞ്ഞു. ശക്തരായ കമ്മ്യൂണിസ്റ്റ് എതിരാളികൾക്ക് പോലും അങ്ങേയറ്റം സ്നേഹത്തോടെയും ആദരവോടെയും സമീപിക്കാൻ കഴിഞ്ഞ നേതാവ് കൂടിയായിരുന്നു സീതാറാം യെച്ചൂരി. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമാണ് സീതാറാം യെച്ചൂരിയുടെ വേർപാട്. പെട്ടെന്ന് നികത്താൻ കഴിയുന്ന ഒന്നല്ല അത്. അങ്ങേയറ്റം ഹൃദയഭാരത്തോടെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുവെന്നും പിണറായി വിജയൻ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അനുസ്മരിച്ചു. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ പ്രവേശിച്ചിരുന്ന സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില വഷളായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരമാണ് അദ്ദേഹം വിട പറഞ്ഞത്. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ഡൽഹി എയിംസ് മെഡിക്കൽ കോളേജിന് പഠനത്തിന് വിട്ടു നൽകും. ഇന്ന് മൃതദേഹം എയിംസിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും. 14-ന് ഡൽഹി AKG ഭവനിൽ പൊതുദർശനത്തിന് വെക്കും. രാവിലെ 9 മണി മുതൽ ഉച്ചവരെ പൊതുദർശനം നടക്കും. അതിനുശേഷമായിരിക്കും മൃതദേഹം എയിംസിന് വിട്ടു നൽകുക.